ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കൊറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 11 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 70 ചോദ്യോത്തരങ്ങളാണ്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 70 ചോദ്യോത്തരങ്ങൾ. അതുകൂടി നിങ്ങൾ നോക്കുക. ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, അല്പം എന്ത് സംസാരിക്കുന്നത് നിങ്ങൾ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്. അല്പം ഭോഷത്വം സംസാരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, എന്നെ ആരായി ആരും കരുതരുത് എന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്. ഭോഷനായി. മൂന്നാമത്തെ ചോദ്യം, എനിക്ക് അല്പം ആത്മപ്രശംസ ചെയ്യേണ്ടതിന് എന്നെ ആരായി തന്നെ സ്വീകരിക്കുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്. ഭോഷനായി. നാലാമത്തെ ചോദ്യം, എന്ത് ഒരു ഭോഷനെ പോലെ ഞാൻ പറയുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്. ആരെങ്കിലും പ്രശംസിക്കാൻ ധൈര്യപ്പെടുന്ന എന്തിനെക്കുറിച്ചും പ്രശംസിക്കാൻ ഞാനും ധൈര്യപ്പെടുമെന്ന് ഒരു ഭോഷനെ പോലെ ഞാൻ പറയുന്നു എന്ന്. അഞ്ചാമത്തെ ചോദ്യം, ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ഞാൻ ആരാവുകയില്ല എന്നാണ് ശ്ലീഹ പറഞ്ഞത്. ഞാനൊരു ഭോഷനാവുകയില്ല എന്ന്. ആറാമത്തെ ചോദ്യം, ഞാൻ എന്തായി പോയതിന് നിങ്ങളാണ് കാരണക്കാർ. ഭോഷനായി പോയതിന്. ഏഴാമത്തെ ചോദ്യം, ഞാൻ ഭോഷനായി പോയതിന് നിങ്ങളാണ് കാരണക്കാർ എന്ന് ശ്ലീഹ പറയാനുള്ള കാരണമെന്ത്? നിങ്ങൾ എന്നെ പ്രശംസിക്കേണ്ടവരായിരുന്നു, അതിനാൽ. എട്ടാമത്തെ ചോദ്യം, ആരേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഞാൻ എന്നാണ് എൻ്റെ വിശ്വാസമെന്നാണ് ശ്ലീഹ പറഞ്ഞത്. ഈ അപ്പസ്തോല പ്രമാണികളെക്കാൾ. ഒമ്പതാമത്തെ ചോദ്യം, എനിക്ക് എന്ത് കുറവായിരിക്കാം എന്നാണ് ശ്ലീഹ പറഞ്ഞത്. പ്രസംഗ ചാതുര്യം. പത്താമത്തെ ചോദ്യം, എനിക്ക് പ്രസംഗ ചാതുര്യം കുറവായിരിക്കാം, എങ്കിലും എന്തിൽ ഞാൻ പിന്നോക്കമല്ല എന്നാണ് ശ്ലീഹ പറഞ്ഞത്. അറിവിൽ. 11ാമത്തെ ചോദ്യം, ഞാൻ അറിവിൽ പിന്നോക്കമല്ല എന്ന് ഞങ്ങൾ എങ്ങനെ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്നാണ് ശ്ലീഹ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളിലും എല്ലാവിധത്തിലും വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന്. 12ാമത്തെ ചോദ്യം, ഞാൻ നിസ്സാരനാണെന്നിരിക്കലും ആരേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്നാണ് ശ്ലീഹ പറഞ്ഞത്. ഈ അപ്പസ്തോല പ്രമാണികളെക്കാൾ. 13ാമത്തെ ചോദ്യം, എങ്ങനെയൊക്കെ ശ്ലീഹ ഒരു അപ്പസ്തോലന് ചേർന്ന അടയാളങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടു? തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും. 14ാമത്തെ ചോദ്യം, നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നോട് എന്തു കാണിക്കുന്നുണ്ടല്ലോ എന്നാണ് ശ്ലീഹ പറഞ്ഞത്. സഹിഷ്ണുത. 15ാമത്തെ ചോദ്യം, ബുദ്ധിമാന്മാരായ നിങ്ങൾ ആരോട് സന്തോഷപൂർവ്വം സഹിഷ്ണുത കാണിക്കാറുണ്ടല്ലോ എന്നാണ് ശ്ലീഹ പറഞ്ഞത്. വിഡ്ഢികളോട്. 16ാമത്തെ ചോദ്യം, കോറിന്തോസുകാർ ആരോടൊക്കെ സഹിഷ്ണുത പുലർത്തുന്നുണ്ടല്ലോ എന്നാണ് ശ്ലീഹ പറഞ്ഞത്. നിങ്ങളെ അടിമകളാക്കുകയും കൊള്ളയടിക്കുകയും ചൂഷണം ചെയ്യുകയും അഹങ്കരിക്കുകയും നിങ്ങളുടെ മുഖത്തടിക്കുകയും ചെയ്യുന്നവരോട്. 17ാമത്തെ ചോദ്യം, കൊറിന്തോസുകാരുടെ കൂടെ ആയിരിക്കുമ്പോൾ ശ്ലീഹായ്ക്ക് എന്തുണ്ടായെങ്കിലും ആരെയും ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല എന്നാണ് ശ്ലീഹ പറഞ്ഞത്. ഞെരുക്കം ഉണ്ടായെങ്കിലും. 18ാമത്തെ ചോദ്യം, ശ്ലീഹ കോറിന്തോസിലായിരുന്നപ്പോൾ എവിടെ നിന്ന് വന്ന സഹോദരന്മാരാണ് ശ്ലീഹായുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തന്നത് എന്നാണ് ശ്ലീഹ പറഞ്ഞത്. മക്കദോനിയയിൽ നിന്ന് വന്ന സഹോദരന്മാർ. 19ാമത്തെ ചോദ്യം, കോറിന്തോസുകാരെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു എന്നാണ് ശ്ലീഹ പറഞ്ഞത്. ഒരു പ്രകാരത്തിലും. 20ാമത്തെ ചോദ്യം, ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഭാരമായിരിക്കുകയില്ല എന്ന് ശ്ലീഹ പറയാനുള്ള കാരണമെന്ത്? ഞാൻ കാക്ഷിക്കുന്നത് നിങ്ങളെയാണ്, നിങ്ങൾക്കുള്ളതല്ല, അതിനാൽ. 21ാമത്തെ ചോദ്യം, എന്നതിലൊഴികെ മറ്റെന്തിലാണ് നിങ്ങൾക്ക് മറ്റ് സഭകളെക്കാൾ കുറവ് വന്നിട്ടുള്ളത് എന്നാണ് ശ്ലീഹ ചോദിച്ചത്. ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരമായി തീർന്നിട്ടില്ല എന്നതിലൊഴികെ. 22ാമത്തെ ചോദ്യം, പൂരിപ്പിക്കുക. കർത്താവിൻ്റെ അധികാരത്തോടെയല്ല, പ്രത്യുത ഡാഷിലുള്ള ഈ ദൃഢവിശ്വാസത്തോടെ ഒരു ഭോഷനെ പോലെയാണ് ഞാൻ സംസാരിക്കുന്നത്. ആത്മപ്രശംസയിലുള്ള. 23ാമത്തെ ചോദ്യം, പലരും എന്ത് കാര്യങ്ങളെപ്പറ്റി പ്രശംസിക്കാറുള്ളതുപോലെ ഞാനും പ്രശംസിക്കും എന്നാണ് ശ്ലീഹ പറഞ്ഞത്. ലൗകിക കാര്യങ്ങളെപ്പറ്റി. 24ാമത്തെ ചോദ്യം,
എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എന്തിനെക്കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുക എന്നാണ് ശ്ലീഹ പറഞ്ഞത്. എൻ്റെ ബലഹീനതകളെക്കുറിച്ച്. 25-ാമത്തെ ചോദ്യം. എനിക്ക് എന്തു ചെയ്യാൻ പലതുമുണ്ട് എന്നാണ് ശ്ലീഹ പറഞ്ഞത്. ആത്മപ്രശംസ ചെയ്യാൻ. 27-ാമത്തെ ചോദ്യം. ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ഞാൻ ആരാവുകയില്ല എന്നാണ് ശ്ലീഹ പറഞ്ഞത്. ഞാനൊരു ഭോഷനാവുകയില്ല എന്ന്. 28-ാമത്തെ ചോദ്യം. എന്ത് എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളെക്കുറിച്ച് പ്രശംസിക്കും എന്നാണ് ശ്ലീഹ പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന്. 29-ാമത്തെ ചോദ്യം. ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് എന്ന് ശ്ലീഹ പറയാനുള്ള കാരണമെന്ത്? ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. അതിനാൽ. 30-ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാതിരിക്കുന്നത്? 31-ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ കത്തി എരിയാത്തത്? ഹൃദയം. 32-ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരും ആയിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു. 33-ാമത്തെ ചോദ്യം. ആത്മപ്രശംസ ചെയ്യുന്നതുകൊണ്ട് ഒരു നേട്ടവുമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും എന്തിലേക്ക് ഞാൻ കടക്കട്ടെ എന്നാണ് ശ്ലീഹ പറഞ്ഞത്. കർത്താവിൻ്റെ ദർശനങ്ങളിലേക്കും വെളിപാടുകളിലേക്കും. 34-ാമത്തെ ചോദ്യം. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് എനിക്ക് ശരീരത്തിൽ എന്ത് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്. ഒരു മുള്ള്. 35-ാമത്തെ ചോദ്യം. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് എനിക്ക് ശരീരത്തിൽ നൽകിയ മുള്ള് എന്താണെന്നാണ് ശ്ലീഹ പറഞ്ഞത്. എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ. 36-ാമത്തെ ചോദ്യം. എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ എന്നെ വിട്ടകലാൻ വേണ്ടി എത്ര പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? 3 പ്രാവശ്യം. 37-ാമത്തെ ചോദ്യം. പിശാചിൻ്റെ ദൂതൻ എന്നെ വിട്ടകലാൻ വേണ്ടി ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചപ്പോൾ കർത്താവ് ശ്ലീഹായോട് എന്തു പറഞ്ഞു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. 38-ാമത്തെ ചോദ്യം. 14 വർഷം മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യൻ ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ ഉയർത്തപ്പെട്ടു എന്ന് ആർക്കേ അറിയൂ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ദൈവത്തിന്. 39-ാമത്തെ ചോദ്യം. തങ്ങളുടെ പ്രേക്ഷിതവേല ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് വൻപ് പറയുന്നവരുടെ അവകാശവാദം ഞങ്ങൾ എങ്ങനെ ഖണ്ഡിക്കുകയും ചെയ്യും എന്നാണ് ശ്ലീഹ പറഞ്ഞത്. ഞാനിപ്പോൾ ചെയ്യുന്നത് തുടർന്നും ചെയ്യും. അങ്ങനെ. 40-ാമത്തെ ചോദ്യം. തങ്ങളുടെ പ്രേക്ഷിതവേല ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് വൻപ് പറയുന്നവർ ആരാണെന്നാണ് ശ്ലീഹ പറയുന്നത്? കപടനാട്യക്കാരായ അപ്പസ്തോലന്മാരും വഞ്ചകരായ ജോലിക്കാരും ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരായി വ്യാജവേഷം ധരിച്ചവരുമാണ്. 41-ാമത്തെ ചോദ്യം. ആര് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ എന്നാണ് ശ്ലീഹ പറയുന്നത്? പിശാച് പോലും. 42-ാമത്തെ ചോദ്യം. പിശാചിൻ്റെ ശുശ്രൂഷകരും ആരുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിൽ എന്ത് അത്ഭുതം എന്നാണ് ശ്ലീഹ ചോദിച്ചത്? നീതിയുടെ ശുശ്രൂഷകരായി. 43-ാമത്തെ ചോദ്യം. അവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരാണോ? ഉന്മത്തനെപ്പോലെ ഞാനും പറയുന്നു, ഞാൻ കുറേക്കൂടെ ദാസനാണ്, മെച്ചപ്പെട്ട ദാസനാണ്. 44-ാമത്തെ ചോദ്യം. 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് എത്ര അടി കൊണ്ടു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? 1 കുറയെ 40 അടി വീതം ഞാൻ കൊണ്ടു എന്ന്. 45-ാമത്തെ ചോദ്യം. എത്ര പ്രാവശ്യം വടികൊണ്ടടിക്കപ്പെട്ടു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? 3 പ്രാവശ്യം. 46-ാമത്തെ ചോദ്യം. എത്ര പ്രാവശ്യം കല്ലെറിയപ്പെട്ടു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഒരിക്കൽ. 47-ാമത്തെ ചോദ്യം. എത്ര പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? 3 പ്രാവശ്യം. 48-ാമത്തെ ചോദ്യം.
എത്ര നേരം കടലിൽ ഒഴുകി നടന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഒരു രാത്രിയും ഒരു പകലും. 49-ാമത്തെ ചോദ്യം. തുടരെ തുടരെയുള്ള യാത്രകൾക്കിടയിൽ എവിടെയൊക്കെ വെച്ച് എനിക്ക് അപകടങ്ങളുണ്ടായി എന്നാണ് ശ്ലീഹ പറഞ്ഞത്? നദികളിൽ വെച്ചും, കൊള്ളക്കാരിൽ നിന്നും, സ്വന്തക്കാരിൽ നിന്നും, വിജാതീയരിൽ നിന്നും. 50-ാമത്തെ ചോദ്യം. എവിടെയൊക്കെ വെച്ച് ഞാൻ അപകടങ്ങളിൽ അകപ്പെട്ടു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? നഗരത്തിൽ വെച്ചും, വിജനപ്രദേശത്ത് വെച്ചും, കടലിൽ വെച്ചും. 51-ാമത്തെ ചോദ്യം. ആരിൽ നിന്നുള്ള അപകടങ്ങൾക്കും ഞാൻ അതീതനായി എന്നാണ് ശ്ലീഹ പറഞ്ഞത്? വ്യാജ സഹോദരരിൽ നിന്നുള്ള. 52-ാമത്തെ ചോദ്യം. എണ്ണമറ്റ വിധം എന്ത് ഏറ്റു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? പ്രഹരമേറ്റു. 53-ാമത്തെ ചോദ്യം. പലതവണ എന്തിൽ അകപ്പെട്ടു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? മരണവക്രത്തിൽ. 54-ാമത്തെ ചോദ്യം. ദമാസ്കസിൽ വെച്ച് ശ്ലീഹായെ പിടികൂടുന്നതിനു വേണ്ടി ആരാണ് ദമാസ്കസ് നഗരത്തിന് കാവൽ ഏർപ്പെടുത്തിയത്? അരേത്തേസ് രാജാവിൻ്റെ ദേശാധിപതി. 55-ാമത്തെ ചോദ്യം. അരേത്തേസ് രാജാവിൻ്റെ ദേശാധിപതിയുടെ കൈകളിൽ നിന്ന് ശ്ലീഹ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? മതിലിലുള്ള ഒരു കിളിവാതിലിലൂടെ കുട്ടയിൽ ഞാൻ താഴേക്കിറക്കപ്പെട്ടു. 56-ാമത്തെ ചോദ്യം. കൊറിന്തോസുകാർക്കുള്ള 2-ാം ലേഖനത്തിൻ്റെ അവസാനത്തെ വാക്യം ഏത്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. 57-ാമത്തെ ചോദ്യം. ആര് കൊറിന്തോസുകാരെ അഭിവാദനം ചെയ്യുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? വിശുദ്ധരെല്ലാവരും. 58-ാമത്തെ ചോദ്യം. എങ്ങനെ അന്യോന്യം അഭിവാദനം ചെയ്യുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? വിശുദ്ധ ചുംബനം കൊണ്ട്. 59-ാമത്തെ ചോദ്യം. എങ്ങനെയുള്ള ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്നാണ് ശ്ലീഹ പറഞ്ഞത്? സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ദൈവം. 60-ാമത്തെ ചോദ്യം. എങ്ങനെയുള്ള ദൈവം ഞാൻ വ്യാജം പറയുകയില്ലെന്നറിയുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? കർത്താവായ യേശുവിൻ്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം. 61-ാമത്തെ ചോദ്യം. ശ്ലീഹായുടെ എന്ത് സ്വീകരിക്കുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ആഹ്വാനം. 62-ാമത്തെ ചോദ്യം. 13:9 വാക്യമനുസരിച്ച് ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നാണ് ശ്ലീഹ പറഞ്ഞത്? നിങ്ങളുടെ പുനരുദ്ധാരണത്തിനു വേണ്ടി. 63-ാമത്തെ ചോദ്യം. നിങ്ങൾ എന്ത് പ്രവർത്തിക്കരുതേ എന്നാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന എന്നാണ് ശ്ലീഹ പറഞ്ഞത്? നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതേ എന്ന്. 64-ാമത്തെ ചോദ്യം. പൂരിപ്പിക്കുക. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. 65-ാമത്തെ ചോദ്യം. ക്രിസ്തു ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു, എന്നാൽ ആരുടെ ശക്തിയാൽ ജീവിക്കുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ദൈവത്തിൻ്റെ ശക്തിയാൽ. 66-ാമത്തെ ചോദ്യം. കൊറിന്തോസുകാരോട് പെരുമാറുമ്പോഴാകട്ടെ ഞങ്ങൾ ആരുടെ ശക്തി കൊണ്ട് ജീവിക്കും എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഞങ്ങൾ അവനോടുകൂടെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട്. 67-ാമത്തെ ചോദ്യം. കൊറിന്തോസുകാരുടെ എന്തിനു വേണ്ടി ഞങ്ങൾ ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിലാണ് പ്രസംഗിച്ചിരുന്നത് എന്നാണ് ശ്ലീഹ പറഞ്ഞത്? അഭ്യുന്നതിക്ക് വേണ്ടി. 68-ാമത്തെ ചോദ്യം. നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എങ്ങനെ എനിക്കുള്ളതെല്ലാം ചിലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും എന്നാണ് ശ്ലീഹ പറഞ്ഞത്? അതീവ സന്തോഷത്തോടെ. 69-ാമത്തെ ചോദ്യം. കൊറിന്തോസുകാരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ആരിൽ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ട് ഞാൻ അവരെ കവർച്ച ചെയ്യുകയായിരുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? മറ്റു സഭകളിൽ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ട്. 70-ാമത്തെ ചോദ്യം. നിങ്ങളുടെ ചിന്തകൾ എന്തിൽ നിന്നൊക്കെ വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന്. 71-ാമത്തെ ചോദ്യം. ആരെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്നും വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ. 72-ാമത്തെ ചോദ്യം. ആർക്ക് എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി എന്നാണ് ശ്ലീഹ പറഞ്ഞത്? നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ. താങ്ക്സ് ഫോർ വാച്ചിങ്.